എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ധർമ്മവീര ഭാരതിയുടെ ടൂട്ട പഹിയ എന്ന കവിത ഫുള്ളും പഠിച്ചു. എന്നിട്ട് നമ്മൾ ആദ്യത്തെ സാരാംശവും പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥവും പഠിച്ചു. ഇനി അടുത്ത് 2 മുതൽ നമുക്ക് പഠിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അപ്പനെ പക്ഷിക്കോ തങ്ങളുടെ പക്ഷത്തെ, അപ്പനെ പക്ഷിക്കോ തങ്ങളുടെ പക്ഷത്തെ, അസത്യ ജാൻതേ ഹുയേ ഫി, സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയല്ല എന്ന് അറിയാമായിരുന്നിട്ടും, അസത്യമായ വിജയത്തിന് വേണ്ടി അല്ല എന്നും, സത്യത്തിന്റെ വിജയത്തിന് വേണ്ടി അല്ല എന്ന് അറിയാമായിരുന്നിട്ടും, ജാൻതേ ഹുയേ ഫി എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നിട്ടും, ബെഡേ ബെഡേ മഹാരഥി, വലിയ വലിയ പണ്ഡിതന്മാർ, അകേലി ഒറ്റയ്ക്ക്, നീ കത്തി ആയുധമില്ലാതെ പോരാടുന്ന അസഹായനായ, ആര് സഹായിക്കാൻ ഇല്ലാത്ത ആ വ്യക്തിയുടെ ആവാസുകോ ശബ്ദത്തെ, അപ്പനെ ബ്രഹ്മാസ്ത്രവംസേ തന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് കുജൽ ദേന ചാഹെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചു. അടുത്ത് തപ് മെയ്യം, അപ്പോൾ എന്താണ് ഇത് പൊട്ടിയ ചക്രം പറയുകയാണ്. മെയ്യം ഞാനാകുന്ന രഥത്തിന്റെ ടൂട്ടാ പൂവ പകിയ പൊട്ടിയ ചക്രം ഉസ്കെ ഹാത്തോമേ അഭിമന്യുവിന്റെ കയ്യിൽ വന്നപ്പോൾ ബ്രഹ്മാസ്ത്രവും സേ ലോകാലേ സക്താകും, ആ ഭയാനകമായ ബ്രഹ്മാസ്ത്രങ്ങളോട് ലോകാലൻ അധീനമായി പോരാടാൻ സാധിച്ചു. അപ്പൊ ഇവിടെ എന്താണ്, തങ്ങളുടെ പക്ഷത്തെ സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയല്ല എന്ന് അറിയാമായിരുന്നിട്ടും വലിയ വലിയ പണ്ഡിതന്മാർ ഒറ്റയ്ക്ക് ആയുധമില്ലാതെ പോരാടുന്ന അസഹായനായ, ആരും സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തിയുടെ ശബ്ദത്തെ തന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാനാകുന്ന ആരാണ്? പൊട്ടിയ ചക്രം. ഞാനാകുന്ന രഥത്തിന്റെ പൊട്ടിയ ചക്രം അഭിമന്യുവിന്റെ കയ്യിൽ വന്നപ്പോൾ ആ ഭയാനകമായ ബ്രഹ്മാസ്ത്രങ്ങളോട് ധീരമായി പോരാടാൻ സാധിച്ചു. അപ്പൊ നമ്മളിനി ഇതിൻ്റെതാണ് എഴുതാൻ പോണത്. ആദ്യം കവിവല്യം കൊടുക്കണം. പ്രസ്തുത പങ്ക്തിയാം, പ്രസ്തുത വരികൾ ധർമ്മവീര ഭാരതിജിയുടെ ടൂട്ടാ പഹിയ നാമക്ക്, ടൂട്ടാ പഹിയ എന്ന പേരുള്ള കവിതാസെ ലിയാ ഗയാഗെ, കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏക് പാഠഭാഗ, ഈ പാഠഭാഗ ഉൻകെ കവിത സംഗ്രഹ 7 ഗീത് വർഷസെ ചുനി ഗയി ഹെ. ഈ പാഠഭാഗം നമ്മൾ പഠിക്കുന്ന ടൂട്ടാ പഹിയ എന്നുള്ള ആ പാഠഭാഗം അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമായ 7 ഗീത് വർഷ്, ഏതാണ് 7 ഗീത് വർഷ് എന്നതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് സംഗ്രഹം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടുള്ള കവിതകളും മറ്റും ഒരുമിച്ച് കൂട്ടമായി എഴുതി വച്ചിരിക്കുന്ന പുസ്തകം, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ 7 ഗീത് വർഷ് എന്നുള്ള ആ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഈ കവിത. അടുത്ത് ഹിന്ദിക്ക് പ്രമുഖ കവി ഹയ്യൻ ധർമ്മവീര ഭാരതിജി, ഹിന്ദിയിലെ പ്രമുഖ കവിയാണ് ധർമ്മവീര ഭാരതിജി. ഉൻകി ഏക് ചോട്ടി കവിത ഹേ ടൂട്ടാ പഹിയ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പഹിയ. ഇതിൽ ഈ വരി പോയിട്ട് ബാക്കി എല്ലാ വരികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വരിയും കൂടെ അതിൽ കൂടെ ചേർക്കുക, നല്ലതാണ്. യഹ് പാഠഭാഗ് ഉൻകെ കവിത സംഗ്രഹ 7 ഗീത് വർഷസെ ചുനി ഗയി ഹെ, ഈ പാഠഭാഗ അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമായ 7 ഗീത് വർഷം നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഏക് പ്രതീകാത്മക രചന, ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. ഏക് പ്രതീകോ, ഈ പ്രതീകത്തെ കവി മഹാഭാരതക്കെ കഥാസെ, മഹാഭാരതത്തിലെ കഥയിൽ നിന്ന് ലിയാകെ എടുത്തതാണ്. ടൂട്ടാ പഹിയ മാനുഷ്യ മൂല്യം കാ പ്രതീക, ടൂട്ടാ പഹിയ മാനുഷ്യ മൂല്യങ്ങളുടെ പ്രതീകമാണ്. കവി കവിത്തെ കയ്യക്കി, കവി പറയുന്നെന്തെന്നാൽ ബഡേ വ്യക്തി ഓർ മഹാൻ വ്യക്തി, വലിയ വ്യക്തികളും പണ്ഡിതന്മാരായ വ്യക്തികളും മഹാന്മാരായ വ്യക്തികളും അപ്പനെ മാർഗക്കോ, തന്റെ മാർഗത്തെ തന്റെ വഴിയെ, അസത്യ ജാന്തത്തെ അസത്യമാണെന്ന് അറിയാമായിരുന്നു, സത്യമല്ല താൻ ചെയ്യുന്ന കാര്യങ്ങള് ശരിയല്ല എന്ന് അറിയാമായിരുന്നു. ഫിർബി എന്നിട്ടും അകേലെ ഒറ്റയ്ക്ക് നിശസ്ത്ര ആയുധങ്ങളൊന്നും ഇല്ലാത്ത അസഹായെ, സഹായത്തിനും ആരുമില്ലാത്ത ആ ബാലനായ
അഭിമന്യുവിനെ അപ്പനെ ശസ്ത്രോംസെ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ശസ്ത്രങ്ങൾ കൊണ്ട് കുജൽദേന ചാകെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചു. കുജൽദേനാർത്ഥം ചവിട്ടി മെതിക്കുക, ചാക്ക് ആഗ്രഹിച്ചു. തബ് അപ്പോൾ ശസ്ത്രഹീനെ അഭിമന്യുക്കെ ഹാത്തോമേ ആയുധങ്ങൾ ഇല്ലാത്ത അഭിമന്യുവിന്റെ കയ്യിൽ രഥത്തിന്റെ ആ പൊട്ടിയ ചക്രം മില കെട്ടി. ഉസ് ആ സമയം വേ ബഹുത്ത് ഭയാനക ഹത്യാരോം സേ ലഡ് സക്തത്തെ വളരെ ഭയാനകമായ ഹത്യാരോ ആയുധങ്ങളോട് ലഡ് സക്തത്തെ ലഡർത്ഥം പോരാടുക, പോരാടാൻ സാധിക്കുകയായിരുന്നു. അടുത്ത് മൂന്നാമതാണ് മെയ്യം ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ മുച്ചേ എന്നെ ഫേങ്കോ മത്ത് വലിച്ചെറിയരുത്. ഇതിഹാസോങ്കി സാമൂഹിക ഗതി ഇതിഹാസോങ്കി ചരിത്രത്തിന്റെ സാമൂഹിക കൂട്ടായുള്ള ഗതി ഗമനത്തിൽ സഹസ പെട്ടെന്ന് ചൂട്ടി പഠ്യാനെ പർ തെറ്റാണെന്ന് തെളിയുമ്പോൾ ക്യാ ജാനെ സച്ചായെ ടൂട്ടെ ഹുയെ പഹിയോങ്ക ആശ്രയേ സത്യം പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കുമോ എന്ന് എങ്ങനെ അറിയാം? അപ്പൊ ഇതിന്റെ അർത്ഥമാണ് അടുത്ത് പറയാൻ പോണത്. പ്രസ്തുത പങ്ക്തിയാം ധർമ്മവീര് ഭാരതിക്ക്. അപ്പം ഇത് കവി പരിചയവും ഈ പോയത്തിന്റെ അർത്ഥവും കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. പ്രസ്തുത പങ്ക്തിയാം പ്രസ്തുത വരികൾ ധർമ്മവീര് ഭാരതിജിക്ക് ധർമ്മവീര് ഭാരതിജിയുടെ ടൂട്ടാ പഹിയ എന്ന പേരുള്ള നാമകർത്തം പേരുള്ള കവിതാസെ കവിതയിൽ നിന്ന് ലിയാ ഗയാഖെ എടുത്തിട്ടുള്ളതാണ്. ഏക പാഠഭാഗ ഈ പാഠഭാഗം ഉൻകെ അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമായ സാത്ത് ഗീത് വർഷസേ ചുനി ഗയിഹെ സാത്ത് ഗീത് വർഷ അതിൽ നിന്ന് ചുനി ഗയിഹെ തിരഞ്ഞെടുത്തത് ആണ്. ഹിന്ദിക്ക് പ്രമുഖ കവി കയ്യൻ ധർമ്മവീര് ഭാരതിജി. ഹിന്ദിയിലെ പ്രമുഖ കവിയാണ് ധർമ്മവീര് ഭാരതിജി. ഉൻകി ഏക് ചോട്ടി കവിത കെ ടൂട്ട പഹിയ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിതയാണ് ടൂട്ട പഹിയ. ഏക് പ്രതീകാത്മക രചന കെ ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. ഏക് പ്രതീകോ കവിനെ മഹാഭാരത് കെ കഥാസെ ലിയാകെ ഈ പ്രതീകത്തെ കവി മഹാഭാരത കഥയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രതീകത്തെ കവി മഹാഭാരത കഥയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ടൂട്ടാ പഹിയ മാനുഷ്യ മൂല്യക പ്രതീക ടൂട്ടാ പഹിയ മാനുഷ്യ മൂല്യങ്ങളുടെ പ്രതീകമാണ്. കവി ഇവിടെ കവി ടൂട്ടെ ഹുയെ പഹിയേക്ക് പൊട്ടിയ ചക്രത്തിന്റെ മഹത്വത്തെ ബാരേമേ മഹത്വത്തെ കുറിച്ച് കെ ബാരേമേ അർത്ഥം കുറിച്ച് കവിതേകയും പറയുന്നു. ഏകാം കവി ടൂട്ടാ പഹിയ ബാത്തേ കർണേ കെ രൂപമേ കവിതേകയും ഏകാ ഇവിടെ കവി ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം ബാത്തേ കർണേ കെ രൂപമേ സംസാരിക്കുന്ന രൂപത്തിൽ. അപ്പൊ ഇവിടെ പൊട്ടിയ ചക്രം അത് സ്വയം സംസാരിക്കുന്ന രൂപത്തിലാണ് കവിതേകയും പറയുന്നത്. മെയ്യൻ രഥ ടൂട്ടാ പൂവ പഹിയ പൂ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. മുച്ചെ എന്നെ തുച്ഛ അല്ലെങ്കിൽ നിസ്സാരമെന്ന് സമച്ചിക്കർ വിചാരിച്ചിട്ട് മത്ത് വേങ്ക എറിയരുത്. ലേക്കിൻ എന്നാൽ മുച്ചെ അമൂല്യ ഉപയോഗ എന്നെ കൊണ്ട് അമൂല്യമായ ഉപയോഗം ഉണ്ട്, വിലമതിക്കാനാവാത്ത ഉപയോഗം ഉണ്ട്. മഹാഭാരതയ്ക്ക് കഥാക്കോ യാത് ദിലാത്തെ ഹുയെ കവി കവിത്തെ കയ്യെങ്കിൽ ഉസ് പ്രകാരക്ക് അപ്രകാരമുള്ള അധാർമിക ഘടന അധാർമികമായ സംഭവം ആജിബ് ഇന്നും സംഭവ സാധ്യത ഉണ്ട്, ആ സംഭവത്തിന് ഇന്നും സാധ്യതയുണ്ട് എന്ന് മഹാഭാരതത്തിലെ കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കവി ഇവിടെ പറയുന്നു. മഹാഭാരതത്തിലെ കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കവി എന്താണ് പറയുന്നത്? ഇപ്രകാരമുള്ള അധാർമികമായ സംഭവം മോശപരമായ സംഭവം ഇന്നും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇസലിയ അതുകൊണ്ട് സത്യക പക്ഷി ടൂട്ടെ പഹിയക ആ സത്യത്തിന്റെ പക്ഷത്ത് പൊട്ടിയ ചക്രത്തിന്റെ സഹായം ലേനേക്കലിയെ എടുക്കാൻ വേണ്ടി തയ്യാർ പോന ആവശ്യം നമ്മൾ തയ്യാറാകണം.
അല്ലാതെ നമ്മൾ പിന്മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഏതാണ് സത്യം, ഏതാണ് തെറ്റ്, തെറ്റിന് നേരെ പോരാടുക, സത്യത്തിന്റെ നേരെ നമ്മൾ ചേരുക എന്നാണ് കവിയുടെ പറയുന്നത്. അതിനു വേണ്ടി പൊട്ടിയ ചക്രങ്ങളെ നമുക്ക് ആശ്രയിക്കാം എന്നുള്ള രീതിയിൽ പൊട്ടിയ ചക്രം സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കവി പറയുന്നത്. അടുത്ത് ആസ്വാദന ടിപ്പണിയാണ്. നമ്മൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ കവി പരിചയവും അടുത്ത അതിൻ്റെ ആശയവും കൂടെ ഒറ്റ ഖണ്ഡിയായിട്ട് എഴുതിയാൽ മതി. കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ കവി പരിചയവും ആശയം കൂടെ ഒരുമിച്ച് എഴുതാൽ മതി. പക്ഷെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ ആദ്യത്തത് കവിയുടേത് ഒരു ഖണ്ഡിയായിട്ട് കൊടുക്കണം, രണ്ടാമത് ആ പാഠത്തിന്റെ കാര്യങ്ങൾ കൊടുക്കണം, അടുത്ത് ചെറിയൊരു കൺക്ലൂഷനും കൊടുക്കണം. അടുത്ത് ടൂട്ട പഹിയ കവിതാക്കി ആസ്വാദന ടിപ്പണി. അപ്പൊ 3 ഖണ്ഡിയായിട്ടാണ് ഇത് എഴുതേണ്ടത്. ടൂട്ട പഹിയ കവിതാക്കി ആസ്വാദന ടിപ്പണി തയ്യാർ കരേ. ടൂട്ട പഹിയ എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയാൽ മുച്ചേ ഫേങ്കോ മത്ത്. അപ്പോൾ നമുക്ക് ഈ ടൂട്ട പഹിയ എന്നുള്ള പേര് കൊടുക്കണമെന്ന് ഇല്ല. ആ പോയത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന വാക്ക് ഏതാണ് അത് വെച്ച് ഇതിന് യോജിക്കുന്ന ഒരു പേര് കൊടുക്കാം നമുക്ക്. അപ്പൊ മുച്ചേ ഫേങ്കോ മത്ത്, ഇതിന് എറിയരുതെന്നാണ് എല്ലായിടത്തും പറയുന്നത്. അപ്പൊ നമുക്ക് ആ പേര് കൊടുക്കാം. അപ്പൊ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ പൊയത്തിന്റെ പേര് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ പൊയത്തിൽ വരുന്ന ഏത് വാക്കാണോ കൂടുതൽ വരുന്നോ ആ വാക്ക് വെച്ചുള്ള പേര് കൊടുക്കുന്നതാണ് നല്ലത്. മുച്ചേ ഫേങ്കോ മത്ത്. ധർമ്മവീര് ഭാരതിജിക്ക് പ്രസിദ്ധ കവിത ഹേ ടൂട്ട പഹിയ. ധർമ്മവീര് ഭാരതിജിയുടെ പ്രസിദ്ധ കവിതയാണ് ടൂട്ട പഹിയ. ഏക രചന ഉൻകെ കവിതാ സംഗ്രഹ 7 ഗീത് വർഷ സേ ചുനി ഗയി ഹേ. ഈ രചന അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമായ 7 ഗീത് വർഷത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമാണ് 7 ഗീത് വർഷം. അതിൽ നിന്ന് എടുത്ത ഏതാനും വരികളാണ് ഈ ടൂട്ട പഹിയ. ടൂട്ട പഹിയ ലഘു ലഘു എന്ന് പറഞ്ഞാൽ ദുർബലരും ഉപേക്ഷിത മാനവക്ക ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെയും പ്രതീകമാണ്. അപ്പൊ ടൂട്ട പഹിയ എന്തിന്റെ പ്രതീകമാണ്? ലഘു ഉപേക്ഷിത് മാനവക പ്രതീക. ടൂട്ട പഹിയ ലഘു ദുർബലര് ശക്തിയില്ലാത്തവര് അവരെ ദുർബലരുടെയും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെയും പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തവരുടെയും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെയും പ്രതീകമാണ് ടൂട്ട പഹിയ. അവർക്ക് ശക്തി പകരാനുള്ള ഒരു ആയുധമാണ് ടൂട്ട പഹിയ എന്നാണ് ഇവിടെ കവി ടൂട്ട പഹിയ സംസാരിക്കുന്ന രീതിയിൽ പറയുന്നത്. ഏക പ്രതീകാത്മക രചനാക്ക. ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. ഇസ് പ്രതീകോ കവിനെ മഹാഭാരതക്കെ കഥാസെ ലിയായ. ഈ പ്രതീകത്തെ കവി മഹാഭാരത കഥയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കവി ഏകാ ടൂട്ട പഹിയ കഹിനേക്കെ ജൈസെ കഹുത്താകെ. കവി ഇവിടെ പൊട്ടിയ ചക്രം പറയുന്നത് ആയിട്ടാണ് കഹിത്താകെ പറയുന്നത്. എന്താണ് പറയുന്നത്? മെയ്യം രഥ ടൂട്ട പഹിയാഹോ. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ടൂട്ട ഹുവ പഹിയാഫി. പൊട്ടിയ ചക്രമാണെങ്കിലും സന്ദർഭം വരുമ്പോൾ ഉപയോഗി ഹോ സക്താകെ. ഉപയോഗമുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്നു. അപ്പൊ ടൂട്ട ഹുവ പഹിയാഫി പൊട്ടിയ ചക്രമാണെങ്കിലും സന്ദർഭം വരുമ്പോൾ ഉപയോഗി ഹോ സക്താകെ ഉപയോഗമുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്നു. ഇസ്തരിയ അതുകൊണ്ട് ഉസ്കി ഉപേക്ഷ നഹി കർണി ചാഹിയെ. അതിനെ ഉപേക്ഷിക്കാതെ ഇരിക്കണം. അതുകൊണ്ട് പൊട്ടിയ ചക്രത്തെ ഉപേക്ഷിക്കാതിരിക്കണം എന്നാണ് കവിയുടെ പറയുന്നത്. മഹാഭാരത യുദ്ധത്തിൽ കയ്യേ വീരയോദ്ധ ധാരാളം വീരയോദ്ധാക്കന്മാർക്ക് അധർമ്മത്തിന്റെ പക്ഷത്തിൽ ലഗ്നേക്കേലിയെ പോരാടാൻ വേണ്ടി ബാധ്യമായി തീർന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങളിലല്ലാതെ അവർക്ക് ആ തെറ്റിന്റെ വഴിയിലേക്ക് തിരിയേണ്ടി വന്നു. മഹാഭാരത യുദ്ധത്തിലെ ധാരാളം യോദ്ധാക്കൾക്ക് അധർമ്മത്തിന്റെ പക്ഷത്തിൽ പോരാടാൻ വേണ്ടിയുള്ള ഒരു ബാധ്യതയായി തീരുകയായിരുന്നു. സുഭദ്രക്കെ വീരപുത്രത്തെ അഭിമന്യു. അപ്പൊ അർജുനന്റെയും സുഭദ്രയുടെയും വീരനായ പുത്രനായിരുന്നു അഭിമന്യു. അപ്പൊ അഭിമന്യു ആരാണ്? സുഭദ്രക്കെ അർജുനന്റെയും സുഭദ്രയുടെയും വീരനായ പുത്രനായിരുന്നു അഭിമന്യു. വേ അധർമ്മ പശുമേ ലഗ്നേ കേലിയെ
ചാകത്തെ അദ്ദേഹം അധർമ്മപക്ഷത്തിൽ പോരാടാൻ വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. സത്യമല്ലാത്ത പക്ഷം എന്ന് മനസ്സിലാക്കി അതിന്റെ നേർക്ക് പോരാടാൻ വേണ്ടിയാണ് അഭിമന്യു ആഗ്രഹിക്കുകയായിരുന്നു. ഇസ്സലിയെ അതുകൊണ്ട് ദുരൂഹ ചക്രവ്യൂഹമേ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ആ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത, വഴി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ചക്രവ്യൂഹത്തിൽ അഭിമന്യുവിനെ അഭിമന്യു പ്രവേശിച്ചു. വേ അകേലത്തെ, അയാൾ ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. കൗരവസേനയുടെ മഹാരഥിമാർ അഭിമന്യുവിനെ ഘേർക്കർ വലയം ചെയ്തിട്ട് ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര അദ്ദേഹത്തിന്റെ എല്ലാ ആയുധങ്ങളെയും നഷ്ടമാക്കി. അപ്പൊ കൗരവസേനയുടെ മഹാരഥികൾ മഹാപണ്ഡിതന്മാരെ അഭിമന്യുവിനെ ഘേർക്കർ വലയം ചെയ്തിട്ട് ഉസ്കെ അദ്ദേഹത്തിന്റെ സബ് ശസ്ത്രാസ്ത്ര എല്ലാ ശസ്ത്രാസ്ത്രങ്ങളെയും എല്ലാ ആയുധങ്ങളെയും നഷ്ടമാക്കി. ന്യായേ അഭിമന്യുക്കെ പക്ഷമേഹേ, ന്യായം അഭിമന്യുവിന്റെ പക്ഷത്താണ്. ഫിർഫി എന്നിട്ടും ബെടേ മഹാരഥിയോനെ വലിയ പണ്ഡിതന്മാര് നിശസ്ത്ര ആയുധങ്ങളില്ലാത്ത അസഹായക ആരും സഹായിക്കാൻ ഇല്ലാത്ത ബാലനായ അഭിമന്യുവിനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വലിയ മഹാരഥികള് നിന്നത്. അടുത്ത് ബാലനായ അഭിമന്യു ഉൻ മഹാരഥിയോ മുക്കാബല കർണേക്ക് ഏറ്റുമുട്ടാൻ വേണ്ടി രഥത്തിന്റെ മുക്കാബല കർണാർത്ഥ ഏറ്റുമുട്ടാൻ വേണ്ടി രഥത്തിന്റെ ആ പൊട്ടിയ പഹിയേക്ക ചക്രത്തിന്റെ സഹായം എടുത്തു. മഹാഭാരതಕ್ಕೆ ഇസ് കഥാക്കോ യാദ് ദിലാത്തെ ഹുയെ, മഹാഭാരതത്തിന്റെ ഇസ് കഥാക്കോ ഈ കഥയെ യാദ് ദിലാത്തെ ഹുയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കവി പറയുന്നത് എന്തെന്നാൽ ഉസ് പ്രകാർക്ക് അധാർമിക ഘടന, അപ്രകാരമുള്ള ആ അധാർമികമായ സംഭവം ആജിഫി ഇന്നും സംഭവിക സാധ്യത ഉണ്ട്. മോശകരമായ ആ സംഭവങ്ങൾ, അതേപോലുള്ള സംഭവങ്ങൾ ഇന്ന് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കവി പറയുന്നത്. ഇസലിയ അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് ടൂട്ടെ പഹിയേക്ക പൊട്ടിയ ചക്രത്തിന്റെ സഹായം എടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇസലിയെ ടൂട്ടാ പഹിയ അതുകൊണ്ട് പൊട്ടിയ ചക്രം കകത്തേക്ക് പറയുന്നത് എന്തെന്നാൽ തുച്ച് എന്നെ നിസ്സാരമെന്ന് സമച്ചിക്കർ വിചാരിച്ചിട്ട് മത്ത് പേങ്കെ എറിയരുത് എന്നാണ് ഇതില് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? അർജുന് സുഭദ്ര കെ വീരപുത്രത്തെ അഭിമന്യു, അർജുനന്റെയും സുഭദ്രയുടെയും വീരപുത്രനായിരുന്നു അഭിമന്യു. വേ അധർമ്മപക്ഷമേ ലഗ്നെ കേലിയെ ചാകുത്യത്തെ, അദ്ദേഹം അധർമ്മപക്ഷത്തിൽ പോരാടാൻ വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. ഇസലി അതുകൊണ്ട് ദുരൂഹ ചക്രമേ അഭിമന്യുവിനെ പ്രവേശിക്കുക, ദുരൂഹ ചക്രവ്യൂഹത്തില് അഭിമന്യു പ്രവേശിച്ചു. വേ അകേലത്തെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. കൗരവ സേനാക്കെ മഹാരഥിയോനെ അഭിമന്യുക്കോ കേർക്കർ ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര നഷ്ടക്കർ ഡാലെ, കൗരവസേനയിലെ മഹാരഥികൾ പണ്ഡിതന്മാരെ അഭിമന്യുവിനെ വലയം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആയുധങ്ങളെയും നഷ്ടമാക്കി. ന്യായേ അഭിമന്യുക്ക് പക്ഷിമേഖ, ന്യായം അഭിമന്യുവിന്റെ പക്ഷത്താണ്. ഫിർഫി എന്നിട്ടും ബെടേ മഹാരഥിയോനെ വലിയ പണ്ഡിതന്മാരെ നിശസ്ത്ര ആയുധങ്ങൾ ഇല്ലാത്തതും സഹായിക്കാൻ ആരും ഇല്ലാത്തതുമായ ബാലകനായ അഭിമന്യുവിനെ നാശം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ബാലക അഭിമന്യുവിനെ ഉൻ മഹാരഥിയോക്ക് മുഖാബല കർണേ കേലിയെ രഥക്കെ ടൂട്ടെ ഹുയെ പഹിയേക്ക സഹാര ലിയ, ബാലനായ അഭിമന്യു ആ മഹാരഥികളുടെ ഏറ്റുമുട്ടാൻ വേണ്ടി രഥത്തിന്റെ പൊട്ടിയ ചക്രത്തിന്റെ സഹായം എടുത്തു.
महाभारत की इस कथा को याद दिलाते हुए कवि कहते हैं कि उस प्रकार की अधार्मिक घटना आज भी संभव है. മഹാഭാരതത്തിലെ ഈ കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കവി പറയുന്നു, അപ്രകാരമുള്ള അധാർമികമായ സംഭവത്തിന് ഇന്നും സാധ്യതയുണ്ട്. इसलिए അതുകൊണ്ട് सत्य का पक्ष टूटे पहिए का सहारा लेने के लिए तैयार होना ആവശ്യം. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് പൊട്ടിയ ചക്രത്തിന്റെ സഹായം എടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എന്നുവെച്ചാൽ തെറ്റിയൊക്കെ നമ്മൾ കൂട്ടു നിൽക്കാതെ സത്യത്തിന്റെ പക്ഷത്തേക്ക് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇസരി അതുകൊണ്ട് ടൂട്ടാ പഹിയ കവിത്തെ കൈകെ ടൂട്ടാ പഹിയ പറയുകയാണ്, മുച്ച് തുച്ച് നിസ്സാര സമച്ചുകാർ മത്ത് വെങ്കയെ നിസ്സാരം വിചാരിച്ചിട്ട് വെറുതെ എറിഞ്ഞു കളയരുത് എന്ന് പറയാണ്. ഇസ് കവിതാക്കി ഭാഷ സരള. അടുത്ത് മൂന്നാമത്തെ ഖണ്ഡികയായിട്ട് എഴുതേണ്ടതാണ്. ഈ കവിതയുടെ ഭാഷ ലളിതമാണ്. അടുത്ത ഇസ് കവിതാമേ കവി വർത്തമാന സാമൂഹിക സ്ഥിതി പ്രകാശ് ഡാലാഹെ. ഈ കവിതയിൽ കവി ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയെ കുറിച്ചാണ് നമുക്ക് കാട്ടിത്തരുന്നത്. इस युग में ഈ യുഗത്തിലെ മാനവ മൂല്യ ടൂട്ടെ ബഹിയയ്ക്ക് സമാനിക്കെ. ഈ യുഗത്തിലെ മനുഷ്യ വില എന്ന് പറഞ്ഞത് പൊട്ടിയ ചക്രം പോലെയാണ്. അപ്പൊ ഈ യുഗത്തില് മനുഷ്യന്റെ വില എന്താണ്? പൊട്ടിയ ചക്രം പോലെയാണ്.